ഈ ലുക്സിനെ കുറിച്ചിട്ട് അടുത്ത നമുക്ക് മെയിൻ ആയിട്ട് പറയാം. ലുക്സ് അങ്ങനെ കൂടുതൽ പോണോ? അല്ല അത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പം നമ്മളിപ്പോ സ്റ്റാർ സിംഗറുടെ ഒരു ഫെയിമിൽ നിൽക്കാണല്ലോ, നമുക്ക് പണ്ടത്തെ പോലെ ഒന്നും അങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ. ഈ ടാറ്റു ഒക്കെ ഞാൻ എപ്പോഴും അതൊക്കെ ഷോയിൽ വന്നതിന് ശേഷം ചെയ്തതാണല്ലോ അല്ലെ. ഇപ്പം അതേപോലെ തന്നെ മുടി അത് ഇപ്പൊ വളർത്തിയതാണോ അത് നേരത്തെ ഉണ്ടായിരുന്നോ? മുമ്പ് വളർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോയിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ആണ് ഹെയർ കട്ട് ചെയ്തത്, ലെങ്ത് കുറച്ചത്. അതായത് ഓഡിഷൻ സമയത്ത് കുറച്ചും കൂടി മുടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഷോയിൽ വരുന്നോണ്ട് കുറച്ച് ഹെയർ ലെങ്ത് കുറച്ചു. പിന്നെ സെലക്ട് ആയിട്ട് കുറച്ചിങ്ങനെ പോകുമ്പോ കട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതായത് മുടിയുള്ള പയ്യൻ സംഗീതേട്ടനും ഉണ്ടായിരുന്നു എന്റെ കൂടെ, നമ്മുടെ കൂടെ ഷോയിലുണ്ടായിരുന്നു. അപ്പൊ സംഗീതേട്ടനും എന്നെ കാണാനും ഒരുപോലെയാ. അപ്പൊ അമലിനും അന്ന് കുറച്ച് മുടി ഉണ്ടായിരുന്നു. അമലിന് മുടി വെട്ടിച്ചു സാറ്. അമൽ മുടി വെട്ടാനായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. അപ്പൊ സാറ് പറഞ്ഞിട്ട് മുടി വെട്ടിച്ചു. അപ്പൊ സംഗീതേട്ടൻ ഒന്ന് കുറച്ച് ലെങ്ത് കട്ട് ചെയ്തു. അപ്പൊ ഞാനിങ്ങനെ ഞാൻ വെട്ടണോ വെട്ടണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അപ്പൊ സാറ് പറഞ്ഞു നീ വെട്ടണ്ട, നിന്റെ മുടി അവിടെ തന്നെ ഇരുന്നോട്ടെ. അപ്പൊ ഞാൻ ലെങ്ത് കുറച്ചും കൂടി നീട്ടാന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് തോന്നി ഷോ ഇങ്ങനെ പോകുന്തോറും മുടിയുള്ള പയ്യൻ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കുറെ പേര് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയത്. മുടിയുള്ള പയ്യൻ എന്ന് പറഞ്ഞിട്ട് കുറെ പേര് അങ്ങനെ, എനിക്ക് പേരറിയില്ലെങ്കിലും മുടിയുള്ള പാടുന്ന പയ്യൻ എന്ന് പറഞ്ഞ് കുറെ പേര് ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു മുടി വെട്ടണ്ട.